എന്നെ ആൻറ്റി എന്ന് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പറ്റത്തില്ല, അമ്മ ആൻറ്റി എന്ന് വിളിക്കുന്നെങ്കിൽ മോൾ അമ്മൂമ്മയെന്ന് വിളിക്കണം, അമ്മയെ മോളും വിളിക്കുന്ന ആൻറ്റി എന്ന് പറഞ്ഞല്ലേ. പ്രായം കൂടുന്തോറും നമ്മളോടുള്ള സ്നേഹം കുറയാതിരുന്നാൽ മതി. ഞാൻ ആരുമായിട്ട് ഒരു ഉടക്കിനും പോകത്തില്ല. വിഷമം തോന്നുമ്പോൾ ഉള്ള കാര്യം മുഖത്ത് നോക്കിയൊക്കെ പറയും, ഇത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ സാഗറിനെ ഡബ് ചെയ്തല്ലോ, അതെങ്ങനെയുണ്ട് ആ മൊമെന്റ് ഒക്കെ? അയ്യോ, സാഗറിന്റെ ഡബ്, കാരണം സാഗർ അസലായിട്ട് അഭിനയിച്ചിരിക്കുകയാണ്. അപ്പൊ അത്രയൊക്കെ എക്സ്പ്രഷൻ വരുന്ന പോലെ നമ്മൾ ആ സീനിന്റെ എന്തിനാണ് നമ്മൾ ഈ കിടന്ന് ഷൗട്ട് ചെയ്യുന്നതൊക്കെ ഉള്ളത് വരണ്ടേ. അപ്പൊ അത്രയും വരുന്നുണ്ട്. ഇതാ ഒന്നും കൂടെ അമ്മ കുറച്ചും കൂടി ഒന്ന് ഒച്ചത്തിൽ എന്ന് പറഞ്ഞ് പറയരുത് പറയും. ഞാൻ പറഞ്ഞു പറ ഒച്ചത്തിൽ എൻ്റെ തൊണ്ട പോവും. ഏതായാലും അത് ശരിക്കും ഇവരുടെ പെർഫോമൻസ് ആണ് നമുക്ക് കൂടെ ഒരു കൂടുതൽ. ഇവർ 3 പേരും കൂടെ നിന്ന് പൊരുകിയല്ലേ. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മളും കൂടെ ഒരു രസത്തിലൊക്കെ ചെയ്തു പോകും. എനിക്ക് ഡബിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് ഒരുപാട് പേര് വലിയ വലിയ സ്റ്റാർസ് ചേച്ചി എങ്ങനെ ഇങ്ങനെ 2 സൗണ്ട് ആക്കിയെന്നൊക്കെ അത് ചോദിച്ചിട്ടുണ്ട്. സത്യം പറയാം, ഞാൻ പറഞ്ഞാൽ അതിങ്ങനെ ഒരു മൂച്ചിലൊക്കെ ചെയ്തതാണ്, വയസ്സായതൊന്നും അപ്പോൾ ഓർത്തില്ല. അതേപോലെ തന്നെ സാഗറിന്റെ പെർഫോമൻസ് നേരത്തെ രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാഗർ രാജുവിന്റെ പ്രൊഡക്ഷൻ കുരുതിയിൽ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലേ പറഞ്ഞു സത്യം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് ഗണപതിയെ കുറിച്ച് പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും അമീൻ ഇവരെല്ലാവരെയും കുറിച്ച് സീത അടക്കമുള്ളവരെ കുറിച്ച് പറയും. അതിനങ്ങനെ വലിയ ഇഷ്ടമാണ് സത്യം പറയാം. ഞാൻ എൻ്റെ മകനായിട്ടല്ല, മിടുക്കന്മാർ കുട്ടികൾ വന്നാൽ അവരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ മോൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ്, എന്നും നമുക്കൊരു 3-4 സൂപ്പർ സ്റ്റാർസിനെ വെച്ച് കോടികൾ മുടക്കി പടം എടുക്കാൻ പറ്റുമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇൻഡസ്ട്രി വളരണം. ഇപ്പം പണ്ടുണ്ടായിരുന്നു സത്യം മാസ്റ്റർ കൂടെ, മധു സാർ, നസീർ, ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ കൂടെ. അത് കഴിഞ്ഞ് അടുത്ത തലമുറ വന്നു, സോമേട്ടൻ, സുഖുവേട്ടൻ, ജയൻ, അവരുടെ കൂടെ ഞങ്ങളൊക്കെ അഭിനയിച്ചു. ഇപ്പം അതാണ് എനിക്ക് തന്ന വലിയ ഈശ്വരാധീനം. ഇവരുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 3 or 4 ഒക്കെ ആയി. അപ്പം അതുകൊണ്ട് തലമുറകളായിട്ട് പുതിയ മിടുക്കന്മാർ പിള്ളേർ വരട്ടെ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോയി പ്രേതമായിട്ടെങ്കിലുമൊക്കെ നമുക്ക് എവിടെയെങ്കിലും നിൽക്കേണ്ട എന്നൊക്കെ വിളിച്ചോണ്ട് എവിടെയെങ്കിലും നിൽക്കാമല്ലോ, അല്ലേ? അതൊക്കെ അങ്ങനെ പോകും സമയം. ഇവരൊക്കെ വലിയ ഇപ്പോഴും നല്ല കുഴന്തയാക്കാൻ കഴിയുമ്പോൾ പോയി തമിഴ്നാട്ടിൽ ഇറങ്ങുന്ന ഇവങ്ങളെ പറ്റി താ കേൾക്കണം. അങ്ങനെ ராஜு சொன்னேன், அம்மா உங்களுக்கு தெரியாதா? நம்ம இல்லைப்பா நான் பார்க்கல, இன்னைக்கு தான் பார்க்க போகிறேன்னு சொன்னேன். கண்டிப்பாக இப்போ மத்தியானம் கூட நான் ஃபோன் பண்ணேன். ഇവർക്കൊക്കെ ഇവരെ നേരത്തെ അറിയാം, ഞങ്ങളൊക്കെ കുറച്ച് വിട്ട് നിന്നുകൊണ്ട്. ഞാൻ തമിഴ് പടം അഭിനയിച്ചു കേട്ടോ. സീമാൻ സാറിൻ്റെ വാഴ്ത്തുക്കൾ മാധവൻ്റെ അമ്മയായിട്ട് ഞാനായിരുന്നു. പിന്നെ അന്ന് മാധവൻ ഇപ്പോഴും ഞാൻ പറയും മല്ലിഹ ചേച്ചി എന്നാണ് വിളിക്കുന്നത് എന്നെ. അന്ന് പിന്നെ മദ്രാസിൽ നിന്നിട്ട് താമസം മാറിയപ്പോൾ എനിക്ക് അങ്ങനെ അവിടെ പോയി നിന്ന് അഭിനയിക്കും. കുറേയൊക്കെ ആകുമ്പോൾ മതിയാകും പോലെ ഇതുപോലെയൊക്കെ വല്ലപ്പോഴും ഒക്കെ ഒന്നിട്ട് നല്ല വേഷം കിട്ടിയാൽ മതി. കൊച്ചു പിള്ളേരുടെ കാലത്താണ് ഓടി നടന്ന് അഭിനയിക്കണം എന്നൊക്കെ. ഇപ്പം അതൊന്നും ഇല്ലല്ലോ, നല്ല വേഷം കിട്ടിയാൽ പോകും.